മാരുതിയുടെ വാഹനങ്ങൾ ബിൽഡ് ക്വാളിറ്റി ഇല്ലാത്ത വണ്ടികളാണെന്ന് പറയുമെങ്കിലും നമ്മൾ റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണുന്നത് മാരുതിയുടെ വാഹനങ്ങൾ തന്നെയാണ്. അത് വേറൊന്നും കൊണ്ടല്ല, വണ്ടിയുടെ റിലയബിലിറ്റിയും സർവീസും കൊണ്ട് തന്നെയാണ്. നമ്മൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും മുടിപ്പിക്കാത്തൊരു വണ്ടിയാണെങ്കിൽ അത് മാരുതിയുടെ വണ്ടികളാണ്. ഞാനിന്ന് എൻ്റെ വണ്ടിയുടെ 1,00,000 കിലോമീറ്ററിൻ്റെ സർവീസിനായിട്ട് ചെന്നതാണ്. ഇവിടെ സർവീസ് സെൻറ്ററിൽ എന്തോ മെയിൻ്റെനൻസ് നടക്കുന്നതുകൊണ്ട് ഒരു വർക്ക്ഷോപ്പൊക്കെ പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്നൊരു ഞായറാഴ്ചയാണ്, എന്നിട്ട് പോലും സർവീസ് സെൻറ്റർ കസ്റ്റമേഴ്സിന് വേണ്ടി തുറന്നിരിക്കുന്നു. അങ്ങനെ അഡ്വൈസർ വന്ന് നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസും വേറെ എന്തെങ്കിലും കംപ്ലയിൻസ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തു. അങ്ങനെ കംപ്ലയിൻസ് ഒന്നും എടുത്തു പറയാൻ വേണ്ടി വണ്ടിക്ക് ഒന്നും തന്നെ ഇല്ല. ഞാൻ നമ്മുടെ തേവരയിലുള്ള ഇൻഡസ് മോട്ടോഴ്സിലാണ് സർവീസിന് കൊടുത്തത്. എസ്റ്റിമേറ്റ് ഒക്കെ അടിച്ച് എനിക്ക് തന്നു. ഇവരാണ് ഇന്ത്യയിൽ തന്നെ 8 ലക്ഷം വണ്ടികൾ ഡെലിവറി ചെയ്ത ഡീലർ. ഷോറൂമിന് പുറത്തു തന്നെയായിട്ട് മാരുതിയുടെ പുതിയ വണ്ടിയായ വിക്ടോറിയസ് കിടപ്പുണ്ട്. എനിക്കെന്തോ പേഴ്സണലി വണ്ടി ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നമ്മൾ വണ്ടി സർവീസിന് കൊടുത്തിട്ട് ഇനി വൈകുന്നേരം വണ്ടി കിട്ടുള്ളൂ. വൈകുന്നേരം വണ്ടി എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ എല്ലാം റെഡിയാക്കി സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. മാരുതിയുടെ സർവീസ് എടുത്തു പറയേണ്ട കാര്യമാണ്. നമ്മളൊരു ചെറിയ കംപ്ലൈൻറ്റ് പറഞ്ഞാൽ അതുവരെ അവർ കറക്റ്റായിട്ട് ചെയ്തിട്ടേ നമുക്ക് വണ്ടി തരുള്ളൂ. അതുമാത്രമല്ല 2 ലിറ്ററിൻ്റെ ഒരു ഫ്യൂവലിൻ്റെ കൂപ്പണും തന്നു. അങ്ങനെ നേരെ പെട്രോൾ പമ്പിൽ പോയി ആ കൂപ്പൺ കൊടുത്ത് പെട്രോൾ അടിച്ചു. എല്ലാം ഒത്തിണങ്ങിയ വണ്ടി നമുക്ക് ഒരിക്കലും കിട്ടണമെന്നില്ല. പക്ഷേ എടുക്കുന്നവനെ മുടിപ്പിക്കാത്തൊരു വണ്ടിയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മാരുതി എടുക്കാം. ഞാനിപ്പോൾ ഈ വണ്ടി എടുത്തിട്ട് 9ാമത്തെ വർഷത്തിലേക്ക് കടക്കുവാണ്. മേജറായിട്ടുള്ളൊരു കംപ്ലൈൻറ്റോ കാര്യമോ ഒന്നും തന്നെ എനിക്ക് വന്നിട്ടില്ല. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം.